സഫാരി. നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് ഈ വർഷത്തെ കർക്കിടക വാവ്. നമുക്കറിയാം, ഹിന്ദു ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക വാവ്. കാരണം പിതൃതർപ്പണത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ആകയാൽ ഇത് എല്ലാവരും അവരവരുടെ ഗൃഹത്തിൽ ഭക്തിശ്രദ്ധാപുരസരം ചെയ്യുന്നതിനുള്ള ലളിതമായ ഒരു പദ്ധതിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കുളിച്ച് ഈറനുടുത്തെത്തി ഒരു നിലവിളക്ക് തെക്കോട്ടും വടക്കോട്ടും തിരിയിട്ട് തെളിയിച്ച് അതിനു മുമ്പിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു കിണ്ടി വെള്ളം നിറച്ച് അതിൽ ചന്ദനവും പൂവും കയ്യിലെടുത്ത് ഗംഗയെയും വരുണനെയും സങ്കല്പിച്ച് കിണ്ടിയിലിട്ട് കിണ്ടിവാലിലൂടെ 3 ആവർത്തി വെള്ളം കയ്യിലെടുത്ത് കിണ്ടിയിൽ നിറച്ച് അതിലൊരു തുളസി തണ്ടിട്ട് അതുകൊണ്ട് ദേഹത്തെ 3 ആവർത്തി തളിച്ച് ശുദ്ധിയാക്കുക. ശേഷം ഭസ്മം കയ്യിലെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിലും നെഞ്ചത്തും കയ്യിലും വശങ്ങളിലും പുറകിലും പാദത്തിലും ധരിച്ചൊരു പൂവ് വാസനിച്ച് ചെവിയിലും വെച്ച് ചന്ദനവും തൊട്ട് ദേഹശുദ്ധി കഴിച്ച് ദർഭ കൊണ്ട് ഇടത്തോട്ട് കെട്ടിയ പവിത്രം അത് കയ്യിൽ വെച്ച് ഓം പവിത്രം പാപനാശായ ആയുർത്തേജോബലം സൗഖ്യം പിതൃതർപ്പണ ക്രിയാർത്ഥം പവിത്രധാരണം നമോ നമ എന്ന് പ്രാർത്ഥിച്ച് വലത് മോതിരവിരലിൽ ധരിക്കുക. ശേഷം ഒരു ചെറിയ ഇലയിൽ ഗണപതിക്ക് ഒരു ഒരുക്ക് വെച്ച് ഈ പിതൃകർമ്മത്തിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകണമെന്ന് സ്മരിക്കുക. ശേഷം തുമ്പ് തെക്കോട്ട് വരത്തക്ക വിധം ഒരു ഇലയിട്ട് അതിൽ ദർഭയുടെ ചുവടിൻ്റെ 4 കഷ്ണവും തുമ്പിൻ്റെ 3 കഷ്ണവും ഒന്നിച്ചു ചേർത്ത് വിളക്കിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഇലയിൽ തൻ്റെ പിതൃവിനെ സങ്കല്പം ചെയ്ത് സമർപ്പിച്ച് അതിൽ അരി, എള്ള്, പൂവ്, വെള്ളം, തേൻ, പഴം ഇവ കൂട്ടിക്കുഴച്ച് 3 ഉരുളയുണ്ടാക്കി അത് ദർഭയിരിക്കുന്ന ഇലയിലേക്ക് വെച്ച് ഈ ലോകത്ത് എൻ്റെ അച്ഛനുമായിട്ടും അമ്മയുടെ വംശത്തിലും ഞാനുമായും നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവരും എൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങളിലായ എൻ്റെ ദാസന്മാരും എന്നെ ആശ്രയിച്ച എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും ഞാൻ അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ആ ഉരുളകൾ സമർപ്പിക്കുക. ശേഷം 2 ഉരുള വീണ്ടും ഉരുട്ടി എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയതും ഗുരുവിൻ്റെയോ ബന്ധുക്കളുടെയോ കഴിഞ്ഞ കാലത്ത് പിണ്ടം സ്വീകരിക്കാൻ കഴിയാത്തവരോ മക്കളോ ഭാര്യയില്ലാത്തവരോ പട്ടിണിയിൽ ജീവിച്ചു മരിച്ചവരോ ലോകം കാണാതെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചവരോ ആയ എല്ലാവർക്കുമായി സമർപ്പിക്കുക. 3 ബാക്കിയുള്ളത് ഉരുട്ടി പിണ്ടാനാം ഉപരിപിണ്ഡം ശേഷം നമ എന്ന് പ്രാർത്ഥിച്ച് എള്ളും ജലവും കൂട്ടി 3 പ്രാവശ്യം തിലോദകം സമർപ്പയാമി എന്ന് പ്രാർത്ഥിച്ച് അതിലേക്ക് സമർപ്പിക്കുക. പാദ്യം നമ, അർഘ്യം നമ, ആചമനം നമ, പുനരാചമനം നമ, വസ്ത്രം നമ, ഉപവസ്ത്രം നമ, അലങ്കാരണാർത്ഥം അക്ഷതം നമ, ഗന്ധം നമ, പുഷ്പം നമ, ധൂപം നമ, ദീപം നമ, സാക്ഷാൽ കർപ്പൂര ദീപം സമർപ്പയാമി എന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്ന് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മ സദാശിവം എന്ന് പ്രാർത്ഥിച്ച് കുമ്പിട്ട് വണങ്ങി ഇലയും പിണ്ടവും എടുത്ത് ശിരസിൽ വെച്ച് യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാനിജ താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്ന് 3 തവണ പ്രദക്ഷിണം വെച്ച് പുറത്ത് തളിച്ച് മെഴുകിയ സ്ഥലത്ത് വെച്ച് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈ നനച്ച് കൊട്ടി വിളിക്കുക. ശേഷം പവിത്രമഴിച്ച് ആ ഇലയിൽ വെക്കുക. ഇപ്രകാരം ചെയ്തു കഴിയുമ്പം അവിടെ നിന്നു നമ്മുടെ പിതൃവിനെ സ്മരിച്ച് പ്രാർത്ഥിച്ച് നിന്ന് കഴിഞ്ഞാൽ ബലിക്കാക്കകൾ വന്ന് ആ അന്നം ഉണ്ണുന്നതാണ്. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പം അതെടുത്ത് സമീപത്തുള്ള ജലാശയത്തിലോ നീർത്തടത്തിലോ സമർപ്പണം ചെയ്തുകൊണ്ടാൽ കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞാൽ ഈ ബലിതർപ്പണ കർമ്മം ഭക്തിശ്രദ്ധാപുരസരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. നമസ്തേ.